നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ശുഭകരവും അശുഭകരവുമായ സൂചനകൾ അവർക്ക് പ്രകടമായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഏതൊരു കാര്യവും യാദൃശികമല്ല എന്നതാണ് വാസ്തവം. അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഏവരും കാത്തിരിക്കുന്നതായ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിവസമായ വിഷു കടന്നു വരാൻ ഇനി അധികം ദിവസങ്ങളില്ല. വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഈ പരാമർശിക്കുന്നതായ ജീവികൾ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ, ജീവികളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ, അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്തെയും ഭഗവാന്റെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളും ഉയർച്ചയും കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഏതെല്ലാമാണ് ആ ജീവികൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഭഗവാനെ വന്ദിക്കുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ജീവിയായി അല്ലെങ്കിൽ പക്ഷിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉപ്പനാണ്. ഉപ്പനുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങൾ മുൻപ് പല വീഡിയോകളിലൂടെയും പരാമർശിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനാൽ പലർക്കും ഉപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. ഉപ്പനെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് പോലും മഹാഭാഗ്യമാണ് എന്നാണ് പറയുക. കാരണം ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വീടുകളിൽ മാത്രം വരുന്ന ഒരു പക്ഷി. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസങ്ങളാണ് വിഷു മുതൽ വന്നു ചേരുക എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് വിഷുവിന് മുൻപായി തന്നെ ഉപ്പനെ വീടുകളിൽ കാണുന്നത്. പ്രധാനമായും സമ്പൽ സമൃദ്ധി, ധനപരമായ നേട്ടങ്ങൾ, ഐശ്വര്യം വർദ്ധിക്കുക, ഗുണകരമായ കാര്യങ്ങൾ അഥവാ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതിനാൽ തീർച്ചയായും ഉപ്പനെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം വഴിപാടായി നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. സാധിക്കുന്നവർ ആ കാര്യം ചെയ്യുക. മറ്റൊന്ന് അണ്ണാനാണ്. അണ്ണാന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. അണ്ണാന്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഏറ്റവും ശുഭമാണ്. അണ്ണാനെ നിങ്ങൾ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ, അത് വിഷുവുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിലാണ് എങ്കിൽ തീർച്ചയായും ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. പ്രധാനമായും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്താന സൗഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ശുഭകരമാണ് ഈ ലക്ഷണം. മറ്റൊന്ന് പൂച്ചയാണ്. പൂച്ചയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പൂച്ച വീടുകളിൽ വരുന്നത് പോലും ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കുന്നു. കാരണം ആ വീടുകളിൽ ഭഗവാന്റെ കൃപാ കടാക്ഷവുമുണ്ട് എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പൂച്ച വീടുകളിൽ വരുമ്പോൾ അവയ്ക്ക് ആഹാരവും ജലവും നൽകുക എന്നതാണ്. ഇപ്രകാരം നിങ്ങൾ നൽകുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി മാറുകയും ചെയ്യും. പൂച്ച ഈ സമയങ്ങളിൽ വരികയാണ് എങ്കിൽ സന്താന സൗഖ്യം, സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നു, അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. മറ്റൊന്ന് ആമയാണ്. ആമയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം. പ്രധാനമായും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ്, മാറ്റി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു.
വാഹനഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് കീരിയാണ്. കീരിയെ വീടുകളിൽ പലപ്പോഴും കാണാറില്ല എന്നതാണ് വാസ്തവം. പലരും കാണാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ വീടുകളിൽ വളരെ അപൂർവമായി മാത്രം കാണുന്നതായ ഒരു ജീവിയാണ് കീരി. സാക്ഷാൽ കുബേരദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ജീവി എന്ന പ്രത്യേകതയും കീരിക്കുണ്ട്. അതിനാൽ കീരിയെ കാണുകയാണ് എങ്കിൽ അത് ധനപരമായ നേട്ടങ്ങളെ, ധനപരമായ ഉയർച്ചയെ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, അപ്രതീക്ഷിതമായ ധനഭാഗ്യം എന്നീ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന് കാക്കയാണ്. കാക്കയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിക്കുക, ജലം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. എന്നാൽ കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും കാക്ക മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ, മരത്തിന്റെ ചില്ലകൾ തുടങ്ങിയ കാര്യങ്ങൾ കൊത്തിക്കൊണ്ടുവന്ന്, മരക്കമ്പുകൾ കൊത്തിക്കൊണ്ടുവന്ന് വീടുകളിൽ ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. അപ്രതീക്ഷിതമായ ധനയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. മറ്റൊന്ന് മഞ്ഞക്കിളിയാണ്. മഞ്ഞക്കിളിയെ കാണുന്നത് പോലും മഹാഭാഗ്യമാണ്. ഏവർക്കും ആ ഭാഗ്യം പലപ്പോഴും ലഭിക്കണം എന്നില്ല, എന്നാൽ ചിലർക്ക് ഇത് കൂടുതലായും ലഭിക്കുന്നതുമാണ്. നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ മഞ്ഞക്കിളി വരുന്നു എങ്കിൽ ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ചില കാര്യങ്ങൾ അനുകൂലമാവുക, ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ പലവിധ കാര്യങ്ങളും സംഭവിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടമോ സന്തോഷകരമായ നിമിഷങ്ങളോ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് കുരുവി. കുരുവി നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ പ്രത്യേകിച്ചും അതിരാവിലെയും വിളക്ക് തെളിയിക്കുന്നതായ സമയത്തും കുരുവിയുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ശുഭകരമാണ്. പ്രത്യേകിച്ചും അതിരാവിലെയും സന്ധ്യയ്ക്കും കുരുവിയെ കാണുവാൻ സാധിക്കുന്നത് വീടുകളിൽ സാന്നിധ്യം ഉണ്ടാകുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെയും സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ വിഷുവിന് മുൻപ് തന്നെ കാര്യങ്ങൾ അനുകൂലമാവുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കൈകളിലേക്ക് പണം വന്ന് നിറയാവുന്നതാണ്. മറ്റൊരു ജീവിയായി പരാമർശിക്കുന്നത് സർപ്പമാണ്. സർപ്പത്തെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ, പാമ്പിനെ കാണുകയാണ് എങ്കിൽ, അത് പറമ്പിലാണ് കാണുന്നത് എങ്കിൽ പോലും ശുഭകരമായ സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ചില സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ കടന്നു വരാൻ പോകുന്നു. ധനപരമായോ അല്ലാതെയോ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയാണ്. അതിനാൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന ജീവികളിൽ ഏതെങ്കിലും ഒരു ജീവിയെങ്കിലും വിഷുവിന് മുൻപ് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക എന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഭാഗ്യസൂക്തം ഭഗവാന് നടത്താം. അതോടൊപ്പം നെയ്വിളക്ക് കൂടി കഴിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം.